എൻ്റെ കുട്ടീനെയും കൊണ്ട് ആശുപത്രി പോയി വന്നേ ഉള്ളൂ. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ടേ പോയി കിടന്നാ കുട്ടി. കുട്ടി പോയി കിടന്നോ? പോയി കിടന്നോ? കുട്ടി പോയി കിടന്നു. കിച്ചോട്ടൻ്റെ മാല കഴിഞ്ഞില്ലേ അമ്മു? അമ്മു ചപ്പാത്തിക്ക് നന്നായി കുഴക്കും കേട്ടോ. അവൾക്കിന്ന് ചോറ് വേണ്ട അത്ര രാത്രിയിൽ അവൾക്ക് ചപ്പാത്തി മതിയെന്ന്. എത്ര ഉണ്ടാവും അമ്മയില്? 2 കിട്ടുവോ? 2. അതിൽ എത്ര ഉണ്ടാക്കാനുള്ളത് കുഴച്ചിട്ടുണ്ട് നീ? ഇതെന്താ ബലം പോലെ? ഞാനൊന്നും ചെയ്യില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ തന്നെ സ്വയം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്തിനാ ചെയ്തു കൊടുക്കുന്നത്? അമ്മ ഒറ്റയ്ക്ക് എല്ലാം ഉണ്ടാക്കാറായി അല്ലേ? പിന്നെ എന്തിനാ അല്ലേ അമ്മു? അമ്മ ഒറ്റയ്ക്ക് ഒന്നും കൊണ്ടിട്ടില്ല ഉണ്ടാക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു തരണോ? ഇന്ന് കുഴക്കല് പരത്തല് ചുടല് ഒക്കെ അമ്മൂന്റെ പണിയാണ് കേട്ടോ. അമ്മൂന്റെ ശരിക്കും സുകന്യെ അവള് നൂഡിൽസ് ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, മുട്ടക്കറി ഉണ്ടാക്കും, എന്താ വെറൈറ്റി സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കും, ബർഗർ ഉണ്ടാക്കും അല്ലേ സുകന്യെ? മയോൺസ് ഉണ്ടാക്കും. പോക്കറ്റ് ഷവർമ അതതിന്റെ പേര് പറഞ്ഞവര് എനിക്കറിയില്ല. വേറെന്തൊരു പേര് പറഞ്ഞ. ഇന്നലെ ഞങ്ങള് മഞ്ചേരി പോയിട്ട് വരുമ്പോ എടത്തനാട്ടുകരയിൽ നമ്മള് എന്താ ചായ കുടിക്കാൻ വൈകുന്നേരമായില്ലേ. അപ്പോൾ വലിയ ബിരിയാണിയൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഒരു ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ടോ. തട്ടുകടയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മളെ അറിയണ എന്താ നമ്മുടെ വീഡിയോ കാണുന്ന ഏട്ടന്മാരാണ് ആ തട്ടുകട നടത്തുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെ കണ്ടതും ഇവിടെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കഴിക്കാടുത്ത് തരുന്ന സമയത്ത് ചേച്ചി വീഡിയോയിലുള്ളതല്ലേ യൂട്യൂബിലുള്ളതല്ലേ ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു. അപ്പോൾ നമുക്ക് വരുമ്പോൾ അവർ എന്താ എണ്ണക്കടികൾ തന്നു കേട്ടോ. സാൻഡ്വിച്ച്, പിന്നെ അവരുടെ ഒരു പ്രത്യേകത എത്ര ഒരു നീളത്തിൽ കല്ലുമ്മക്കായ എന്തായിട്ടാ അവന് പറയാ, എന്തോ ഒരു സാധനം പേര് പറഞ്ഞു കേട്ടോ. ഒരു നമ്മള് ദീർഘല്ല അങ്ങനെ തന്നെ ചിക്കൻ നിറച്ചത് എന്നിട്ട് ചുവന്ന കളറ്, പിന്നെ ഇതേ ഷേപ്പ് എന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാ കഴിക്കണ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടാ. നല്ല ടേസ്റ്റ് പറയാതിരിക്കാൻ. ഞങ്ങള് വിശന്നിട്ടേ നല്ല പോലെ വിശന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ച, പിന്നെ 4 മണിക്ക് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നായി. അതിലങ്ങനെ ഞങ്ങൾ കയറിയിട്ട് കഴിച്ചു. അമ്മൂട്ടിക്ക് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂന് എന്താ വെച്ചാൽ അമ്മ കുഴിമന്തി തേടിയും കൊണ്ടേയിരുന്നു. കുഴിമന്തി കഴിക്കാനിട്ട്. അപ്പോൾ കിച്ചുവിന് മാത്രമല്ല എനിക്കും എന്തെങ്കിലും വെള്ളം കിട്ടിയാൽ മതി എന്നായി. കാരണം നമ്മളൊന്നും വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ചൂടുള്ള എന്തെങ്കിലും സൗണ്ട് കണ്ടപ്പോൾ ഇന്ന് ശരിയാവണേ ഉള്ളൂ. ചൂടുള്ള എന്തെങ്കിലും കഴിച്ചാൽ മതി അല്ലെങ്കിൽ കുടിച്ചാൽ മതി എന്നായി. അതിൽ ഞങ്ങൾ കാണുന്ന ഒരു തട്ടുകടയിൽ കയറി. അപ്പോൾ അമ്മു അത്ര നേരം ചിരിച്ചിരുന്നിരുന്ന അമ്മു എന്താ പിന്നെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ട് കുഴിമന്തി കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കട കാണണ്ടേ? കട നാളെ വാങ്ങണം കേട്ടോ കുഴിമന്തി. അമ്മു എന്നിട്ട് എന്താ ചിക്കൻ കറിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അത് കഴിക്കാണ്ട് അമ്മുട്ടി മയോണൈസും പൊറോട്ടയും പാടെ കഴിച്ചു. കുഞ്ഞൻ നെയ്ച്ചോറും. കുഞ്ഞൻ എന്താ കഴിച്ച്? നീ എന്താ കഴിച്ച്? 1.5 നെയ്ച്ചോറും ചില്ലി ചിക്കൻ. 1.5 ചില്ലില്ലേ? ചോന മാമുണ്ണടാ. അതന്നെ. അയ്യേ പൊന്നാരി, എന്താണ് പൊന്നാരി കാട്ടുന്നത്? ആകെ മാങ്ങ എന്ന് പറയുന്നതില്ലേ, ഈ ഇത്ര നീളത്തിലുള്ള ചിക്കൻ. നമ്മുടെ ഇവിടെ മാങ്ങ നാട്ട പറയാ ഉണ്ട ഒരു സാധനമല്ലേ, കരളിന്റെ ഓടുള്ളത്. അത് വേണം പറഞ്ഞിട്ട് അങ്ങനെ ബലമുള്ളതും അതേപോലെ കരളും ഈ കുട്ടികൾക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആകെ എന്താ ഒരു കോഴി വാങ്ങിയ ഒരു കരലല്ലേ ഉണ്ടാവുള്ളൂ, 2 കരലും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അത് 2 കോഴിയാ. 2 കോഴി 2 കോഴി വാങ്ങിയിട്ട് കരൽ കാണാലല്ലോ. ഓ 2 അവിടെ തിന്നോ. അപ്പൊ കിച്ചു
അപ്പൊ ദാ അമ്മു പരത്താൻ പോവാണ് കേട്ടോ. അവർക്ക് കഴിക്കാൻ കൊടുക്ക്. വാശി പിടിപ്പിക്കണ്ട ഉണ്ണി. കഴിക്കല തുണിയോ ചട്ട് അമ്മ ഈ പാത്രം എനിക്കറിയില്ല. അങ്ങനെ നോക്കണ്ടേ. ചൂടാവട്ടെ ചട്ടിട്ടോ. മിഞ്ഞാന്ന് ഞാൻ മക്കൾക്ക് ചോറ് വാരി കൊടുത്തിരുന്നില്ലേ, അതിനെന്നെ കുറേ ആൾക്കാരെ ഞാൻ അഭിനയ സിംഹാണ്, ഓവർ ആക്ടിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഞാൻ എത്രയും വീഡിയോസിൽ എൻ്റെ മക്കൾക്ക് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. എത്ര രാവിലത്തെ ഒരു വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ എൻ്റെ മക്കൾക്ക് വാരി കൊടുക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ 6 പേരുണ്ടെങ്കിൽ ഈ 6 പേർക്കും എൻ്റെ മക്കൾക്ക് ഞാൻ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനുള്ള സമയത്ത് എൻ്റെ മക്കൾക്ക് വാരി കൊടുക്കണേൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മ വലുതായി അല്ലെങ്കിൽ എൻ്റെ അച്ചു വലുതായി, എൻ്റെ കുഞ്ഞൻ ചെറുതാണ്, കുഞ്ഞുണ്ണി ചെറുതാണെന്നല്ല, ഞാനുള്ള സമയത്ത് എൻ്റെ മക്കൾക്ക് എനിക്ക് വാരി കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണ്. കാരണം രാവിലെ പോണ സമയത്ത് രാവിലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇവർ നല്ല പാലൊഴിച്ചിട്ട് ചായ കുടിക്കും. അതിനനുസരിച്ചിട്ട് തന്നെ എത്ര റസ്ക് കഴിക്കാൻ പറ്റും, നല്ല പാലൊഴിച്ചിട്ടല്ലേ നമ്മൾ ചായ കുടിക്കും. പാലായിട്ട് ഇവർക്ക് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് കേട്ടും, ഒരു ഗ്ലാസ് പാല എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ചായയല്ല പാലും അല്ലാത്ത രീതിയിലമ്മോ അങ്ങനെ നമ്മൾ കൊടുക്കും. അപ്പോൾ അമ്മൂനാണ് പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും എപ്പോഴും നമ്മുടെ വീട്ടിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴെങ്കിലും നമ്മൾ കടയിലേക്കൊക്കെ പോകുമ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ 2 3 ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് അത് കൊടുക്കും. എന്താ ബദാം ഉണ്ടാവും, ഒന്ന് തടിച്ച് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു 4 റസ്ക്കും ഈ ഒരു ഗ്ലാസ് പാല് പോലെ ഉള്ളതും കഴിച്ചു കഴിഞ്ഞാൽ ഇവള് പ്രത്യേകിച്ച് ഈ മക്കൾ കഴിക്കില്ല. രാവിലെ ചോറ് കൊടുത്താലും കഴിക്കില്ല, പലഹാരം കൊടുത്താലും ഒരു ദോശയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വാരി കൊടുക്കണേൽ ഞാൻ ഉള്ള സമയത്തല്ലേ എൻ്റെ മക്കൾക്ക് ഞാൻ വാരി കൊടുക്കുക. ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് വേറുള്ളവരുടെ അമ്മമാർ വാരി കൊടുക്കുമ്പോൾ അവർക്കതൊരു വിഷമല്ലേ. നമുക്കെന്നെ എനിക്ക് സത്യം പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമമാവണം കേട്ടോ. എൻ്റെ അമ്മയുടെ ഇരുന്ന് വാരി കഴിക്കാറുണ്ട്. അല്ല, നമുക്കിപ്പോൾ നമ്മുടെ മക്കളെ വാരി കൊടുക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ വഴി കൂടെ പോകണവർക്കോ ഇനി ഒരു രസം കൂടി വേറെ വല്ലവർക്കാണ്, നമ്മുടെ വീട്ടിലവർക്ക് തന്നെയല്ലേ. ഒരു രസം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എൻ്റെ അനിയേട്ടൻ്റെ അടുത്ത് പറയും, അനിയേട്ടൻ കുഴച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് അതിന് മുമ്പ് ഒരു വാതായ അനിയേട്ടാ പറയും. അപ്പം നമുക്കത് വാഴ്ത്തരും. ഇത്രയും വലുതായി 3 മക്കളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കെങ്കിലും അതൊരാൾ വാരിത്തരുമ്പോൾ ഇഷ്ടമില്ലായി ഉണ്ടാവുമോ? എനിക്കിഷ്ടമാണ്, എൻ്റെ പൊതുവേ കാര്യമാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലും വാരിത്തരുന്നത് ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ അമ്മ വാരിത്തരാറുണ്ട്, എൻ്റെ അച്ഛൻ വാരിത്തരാറുണ്ട്. ഇന്ന് എൻ്റെ അച്ഛനില്ല. ഞാൻ ചില സമയത്ത് സങ്കടം പറയാറുണ്ട് വീട്ടിൽ പോകുമ്പോൾ. എൻ്റെ അച്ഛനെ മോൻ കാണുമ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു കോഴിമുട്ട പൊട്ടിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ പുഴുങ്ങിയത് പൊട്ടിച്ച് തരുക വെച്ചാൽ അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തരും. അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛൻ. ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാണ്. അപ്പോൾ എന്താ ഇതിന് അഭിനയ സിംഹമേ, സുകന്യ അഭിനയ റാണി. ഒരു വീട്ടിലല്ല ഒരു കുടുംബത്തിൽ അവരെങ്ങനെ ജീവിക്കണെച്ചെങ്കിൽ അത് കാണുന്ന ഒരാൾ ഇപ്പോൾ ഇതൊക്കെ വഴി കൂടെ പോകുമ്പോൾ ഒരാൾ കണ്ടു പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ അങ്ങനെയല്ല ജീവിക്കുന്നത് വെക്കുക. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, അയാൾക്ക് അത് കണ്ടിട്ട് ഇവരെന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. കാരണം അയാളുടെ വീട്ടിൽ അതില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി നമ്മളല്ല. ഞാൻ വാരി കൊടുക്കും. ഞാൻ പറയട്ടെ, കാരണം ഇതിപ്പോൾ അത്ര വലിയ തെറ്റൊന്നുമല്ല, പെറ്റിയടിക്കാൻ പാകത്തിലുള്ള തെറ്റാണ്. അപ്പോൾ അത് ഇപ്പൊ 3 മക്കള് നമ്മുടെ മക്കളെ സ്നേഹിക്കുക, നമ്മുടെ മക്കൾക്ക് വാരി കൊടുക്കുക, നമ്മുടെ മക്കളെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഇതൊക്കെ അച്ഛനമ്മയും എന്താണ് മക്കളല്ലേ. പോണവരൊക്കെ ചെയ്ത് തല്ലിയിട്ടില്ലേ. അമ്മുന്റെ ശരിയാവാൻ തുടങ്ങി പാർട്ടിയത് കണ്ടോ? അതാണ് അവിടെ ബഹളം വെക്കുന്നുണ്ടോ? എന്താ കരയുന്നാണോ കേട്ടോ? പോയി നോക്കിട്ട് വരട്ടെ. അപ്പോൾ അവിടെ ഈ മാവിന് വേണ്ടിയിട്ടുള്ള അടിയാണ് കേട്ടോ, വേറൊന്നിനുള്ളതല്ല. കുഞ്ഞു മാവ് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളേത്തൊരു കാര്യം പറയട്ടെ. അങ്ങനെ നമ്മൾ 4 വർഷത്തോളമായിട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നു. നമ്മളിപ്പോൾ എത്ര 1000ൻ്റെ മുകളിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം കൂടി നിങ്ങളുടെ മുമ്പിൽ വരാതെ, അത്രയും നമുക്ക് എന്തെങ്കിലും സാഹചര്യം മോശമാണെങ്കിലാണ് നമ്മൾ വരാത്തുള്ളൂ. അല്ലെങ്കിലൊക്കെ നമ്മൾ ദിവസം വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ വീഡിയോ കഴിഞ്ഞ് ഫുൾ തമ്മിത്തല്ലുകൂടി പിറ്റത്തെ ദിവസം വീഡിയോ എടുക്കുമ്പോൾ ചിരിച്ച് കളിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ആയതുകൊണ്ട്, അപ്പോൾ ഞാനാവട്ടെ, സുകന്യാവട്ടെ, അമ്മയാവട്ടെ ഒക്കെ ഒരേപോലെ മനസ്സുള്ളവരായതും കൊണ്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോണത്. പിന്നെ ഇത് വീഡിയോ എടുക്കലൊന്നുമല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് വീഡിയോ എടുക്കലൊന്നല്ല. ഇതിപ്പോൾ ഒരേ സ്വഭാവമുള്ള ആളുകളല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വരില്ലല്ല. ഒരു കുടുംബത്തിൽ താമസിക്കില്ല. വീഡിയോ എടുക്കൽ പിന്നല്ലേ.
ഒരു കുടുംബത്തിൽ ഈ ഇത്രയും കാലമായിട്ട് ഒരു കുടുംബത്തിൽ എങ്ങനെ നിൽക്കും? എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയും എന്താ വെച്ചാൽ എന്താ നിങ്ങളുടെ പോലെ ഒരു കുടുംബം ഇവിടെ അടുത്ത് എവിടെ ഇല്ല എന്ന് പറയും കേട്ടോ. കാരണം എല്ലാവരും പാടയിട്ട് കഴിയുന്ന ഒരു കുടുംബം നമ്മുടെ അടുത്തുള്ള അത് അവർക്ക് മനസ്സിലാവേണ്ടെന്നല്ല, അവരാഗ്രഹിക്കണത് അവർ കമന്റിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിങ്ങനെ അങ്ങനെ ആവണേന്ന് അവർ ആഗ്രഹിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതവർ പറഞ്ഞതല്ല. അപ്പൊ അതിൽ കാര്യമില്ല, അത് വിട്. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, എനിക്ക് സുകന്യയില്ലാതെ വേറൊരു അനിയത്തിയുണ്ട്, ഏട്ടൻ്റെ പെങ്ങളുണ്ട്. അപ്പോൾ കാരണം എൻ്റെ വീട്ടിലത്തെ കാര്യം ഇനി നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ ഇല്ല താമസിക്കുന്നത്, ഞാൻ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളവിടെ പോകണു, അവിടെ നിൽക്കണു എന്നല്ലാതെ എനിക്ക് ഇവിടെ ഉള്ളവരെ കൂട്ടിപ്പോയി ഏട്ടനെ എങ്ങനെയാണോ കഷ്ടപ്പെട്ട് ഇവർ വളർത്തി വലുതാക്കി, അപ്പോൾ അതേപോലെ തന്നെ ഏട്ടൻ അനിയന്മാരെയെന്ന് വെച്ചാലും അനിയത്തീനെയെന്ന് വെച്ചാൽ അവരുടെ മക്കളെയെന്ന് വെച്ചാൽ സ്വന്തമായി കാണുക. പിന്നെ നമ്മൾ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വിട്ടുവീഴ്ച മനോഭാവം, അത് എങ്ങനെ പറയുക, അതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണ് ഇവിടെ കാല് ധരിച്ചു, ഞാനൊരു കാര്യം പറയാം, ഞാനാണ് മൂത്തത്. അത് ഞാൻ പറഞ്ഞു ഈ പീഠത്തിൽ ഇരിക്കാൻ പറഞ്ഞതാണ്. ആ പീഠത്തിൽ പിന്നെ ഏട്ടാ ഒരു കുടുംബത്തിൽ വിട്ടുവീഴ്ച മനോഭാവം, ഏറ്റവും കൂടുതൽ സഹകരണ മനോഭാവം, ഇതൊക്കെ തന്നെയാണ് ഒരു വീട്ടിൽ ഒരു കുടുംബം മുന്നോട്ട് പോകുക. ഇപ്പം ഞാൻ പറയുകയാണ് എന്താ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ഇനിയിപ്പോൾ ഒരു പണി വരുമ്പോൾ അത് അവൾ തന്നെ ചെയ്യട്ടെ, അവൾ ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താ അവിടെ കിടക്കട്ടെ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ചെറിയ 3 മക്കളുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്, ഇന്നത് നോക്കണം. അല്ലെങ്കിൽ അവൾക്ക് പറ്റാതെ കഴിഞ്ഞു വെച്ചാൽ എൻ്റെ ഇപ്പം അമ്മുവാണ് ഇങ്ങനൊരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അപ്പം നമ്മൾ അമ്മൂനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ എൻ്റെ കയ്യിൽ ഞാൻ ഇത് പറയില്ല, നമ്മൾ പൊന്തിച്ച് പറയുന്നറിയില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലേട്ടാ. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് കിട്ടിയ ഏടത്തിയമ്മമാരിങ്ങനെയല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇളയച്ചി ഇങ്ങനെയല്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര ആള് സ്നേഹിക്കുന്നത്. കാരണം അല്ലാതെ എന്തുകൊണ്ടാ ഇപ്പം ഇന്നലെ നമ്മൾ മഞ്ചേരി പോയപ്പോൾ സുവർണ പറഞ്ഞത് ചേച്ചി നമ്മളെ കാണാൻ വേണ്ടി വന്നു ചേട്ടാ, ഷോപ്പിക്ക് നമ്മളെ കാണാൻ വേണ്ടി വന്ന് സംസാരിച്ച് കുട്ടികൾക്ക് എത്ര പേരെ നമ്മളെ കണ്ടു, മുട്ടായി കൊടുത്തു, എത്ര പേര് നമ്മളെ കാണാൻ വരുന്നുണ്ട്. അതൊക്കെ അവരുടെ അമ്മ വന്നിരുന്നു, മക്കളെ കൂട്ടി വന്നിരുന്നു ചേട്ടാ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യല്ലേ കഴിഞ്ഞമ്മോ. അപ്പോഴേ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അതും കൂടി നമ്മൾ ഏട്ടന് ഞാനും മഞ്ചേരി പോകുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അതിലേ സാവിത്രി കൃഷ്ണ അവർ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു, അവർ കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ഞാൻ കാലുകുത്തിയ മുതലില്ലേ ഇവിടെ ഭയങ്കര തമ്മത്തല്ലാത്ര, ഇതിനുള്ള മറുപടി ഏട്ടൻ കൊടുത്താൽ എൻ്റെ അമ്മ. നമ്മളതല്ലേ കാണിക്കണത്. നമ്മൾ ഓരോ വീഡിയോയിൽ ഇപ്പോൾ 10,500 വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ കുടുംബം തമ്മിൽ തല്ലുകൊണ്ടതും കലയിക്കുന്നതും കച്ചറ കൂടുന്നതും പരസ്പരം ചളിവാരി എറിയുന്നതും അല്ല, പരസ്പരം ചളിവാരി എറിയുന്നതൊന്നും അല്ലാതെ നമ്മൾ എന്തെങ്കിലും നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും, നല്ലത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വ്യക്തിക്ക് കണ്ണ് കാണില്ല ചെവിയും കേൾക്കില്ല എന്നുള്ളതാണ്. ഇതിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു കമന്റ് ഇടില്ല. അപ്പോൾ അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ശല്യം സഹിക്കാണ്ട് സുകന്യ ഏതു സമയവും സുകന്യയുടെ വീട്ടിലാട്ടോ. ഇനി ഞാൻ പോയിട്ടേ സുകന്യ വരുള്ളൂ അല്ലേ. എൻ്റെ ശല്യം സഹിക്കാൻ വേണ്ടിയിട്ട് സുകന്യ എന്നും സുകന്യയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ സുകന്യയുടെ വീട്ടിൽ ഇവിടെ നിന്ന് സുകന്യയുടെ വീട്ടിലേക്ക് പോകാൻ എത്രയുള്ളൂ എന്നറിയോ, നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതെന്താ, അത് നമ്മുടെ വീട്ടിൻ്റെ ഒത്തൊരുമയും കൂട്ടിപ്പിടുത്തം കൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മളൊരു കൂട്ടുകുടുംബം ആകുമ്പോൾ എന്താ ഒത്തൊരുമിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, എല്ലാം വേണ്ടി വരും. ദിവസം ശല്യം കാരണം സുകന്യ പോവുകയാണ്, എന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. അവർക്ക് ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആയിക്കോട്ടെ, അല്ലാതെ ഇപ്പൊ എന്താണ് കാലുകുത്തിയപ്പോ പെര പൊളിഞ്ഞു വീട് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളിതൊരു മാളത്തിലുള്ള താമസിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചത് കൊട്ടാര. പിന്നെ
നമ്മളൊരു കാര്യം കൂടി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തമ്മത്തല്ല് കൂടി ചക്കി ചൊക്കി എന്ന് പറയാം. പണ്ട് കേൾക്കര് പറയും ചക്കി ചൊക്കി. ഇളച്ചി മുത്തശ്ശി കാണുമ്പോ അല്ല അങ്ങനെ തന്നെ ആയിരിക്കും. അവര് കുടുംബത്തിൽ നിന്ന് അവര് കണ്ടതും അവര് അനുഭവിച്ച ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ നമ്മുടെ വീട്ടില് ഇതുവരെ ദൈവത്തിന്റെ പൊരുത്തം കൊണ്ട് ഇങ്ങനെയൊന്നുമില്ല. ഇനി നാളെ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇല്ല തന്നെ നമ്മൾ ഓരോ വീഡിയോയിൽ കാണിക്കില്ല. അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു കുടുംബം നിന്ന് പോവുക. അയ്യോ ഇത്ര വർഷമായിട്ട് ഇങ്ങനെയാണ് നിന്ന് പോവുക. അല്ല നിങ്ങൾ ഇനി ഇത് പറയും നിങ്ങൾ വീഡിയോ കാണാൻ കൊണ്ടാണ് എന്ന് പറയും. അതിനും കൂടി ഞാൻ മറുപടി പറയാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും പറയാം. പക്ഷെ ഇത് കാല് കുത്തിയപ്പോൾ മുതൽ ഇങ്ങനെ കഷ്ടാണ് അല്ലെങ്കിൽ നരകാണെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ വല്ല ആകാശം മറ്റും പിടിഞ്ഞു വീഴുകയാണോ കാല് കുത്തിയിട്ട് എനിക്കറിയില്ല. കാരണം ഞാനെന്തായാലും 18 വർഷം കഴിഞ്ഞ് 19ാമത്തെ വർഷമാണ്. എൻ്റെ ഇവിടുത്തെ അമ്മയ്ക്കാണ് പറഞ്ഞു വെച്ചാലും സുകന്യക്കാണോ വെച്ചാലും എൻ്റെ എന്താ അവൾ 10 വർഷമായി ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. അതെ എടി നമുക്കൊന്ന് പറഞ്ഞൂടെ ഞാൻ പോരടിക്കണെന്ന്. ഇതിനെ കൊണ്ട് വയ്യ എനിക്കെന്ന്. ഒരു മാസം കൂടി കഴിഞ്ഞ പോവാ. ആരെ പോണ്? എന്താ അമ്മയ്ക്ക് എന്താ ഏട്ടനമ്മയ്ക്കില്ലേ ഞാൻ അങ്ങനെ വെറുതെ തമാശക്ക് ഇങ്ങനെ ചോദിക്കും. എനിക്കറിയില്ല അമ്മ, ഇനി അവിടെ പോയി കഴിഞ്ഞു വെച്ചാൽ ചോറ് വെക്കേണ്ടത് കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ തോനെ ചോറ് വെക്കണു, തോനെ കറി വെക്കണു, എല്ലാവർക്കും. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമായിരിക്കും. പനിയായിട്ട് അമ്മ അപ്പോൾ ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ എന്നിട്ട് പറയും എന്താ ഇപ്പോൾ തൊട്ടടുത്തല്ലേ വീട്, എന്താ കുറേ ദൂരമൊന്നും ഇല്ലല്ലോ പറയും. അങ്ങനെ എൻ്റെ മക്കൾ വിജയകരമായി ചപ്പാത്തി ഉണ്ടാക്കിട്ടോ എല്ലാവർക്കും ഉള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര ഉണ്ടല്ലോ. കണ്ടോ കണ്ടോ ലാസ്റ്റ് ആയപ്പോഴേക്കും അമ്മുതാ കേട്ടോ ഷേപ്പ് വന്നുതാ. ഒന്ന് ഇതാ ഷേപ്പ് വന്നു കേട്ടോ. അച്ചു കാണിച്ചപ്പോ പറഞ്ഞതാണ് ഷേപ്പില്ലാതെ കൊണ്ടു കാണിച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ എന്താ എങ്ങനെ പറയാ എന്തൊക്കെ പറയുന്നതിലും സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ കാലുകുത്തി എന്ന് പറഞ്ഞപ്പോൾ സാവിത്രി കൃഷ്ണ എന്ന് പറഞ്ഞത് പറഞ്ഞു കാലുകുത്തിയപ്പോൾ മുതൽ ഭയങ്കര വഴക്കാണ് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ എന്താ അത് പറഞ്ഞപ്പോൾ പറയാ നിങ്ങൾ ഇപ്പോൾ വാരി കൊടുക്കണമെന്ന് ചിലവർ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും വലിയ മക്കളല്ലേ ഇരുന്ന് കഴിച്ചുകൂടെ എന്നുള്ളത്. അവർ വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എല്ലാവരും അതുപോലെ ആയിക്കൊള്ളുന്നില്ല. ഞാൻ കൊതിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ രാവിലെ ഞാൻ എന്താ ചിലപ്പോൾ ഒരു 6-6:30 കഴിയുമ്പോൾ അന്ന് പുഞ്ചക്കോടാണ് എൻ്റെ അമ്മയ്ക്ക് പണി. ആ പണിക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു മഴ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ലീവാക്കിയിട്ടുണ്ട് അമ്മ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പിന്നെ വൈകുന്നേരത്തിൻ്റെ അമ്മ രാത്രി വന്നിട്ടാണ് നമുക്ക് വാരിത്തരിക കനാലിൽ. ഞാൻ എത്രയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ ഒരു ഭയങ്കര ഒരു വിഷമമായി തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നാളെ അവരൊക്കെ അന്യ വീട്ടിൽ അന്യ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം നിൽക്കേണ്ടതല്ലേ. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് എന്താണോ പഠിക്കുന്നത് അതല്ലേ. ഇപ്പം നാളെ എൻ്റെ അമ്മ പോണോടത്തും അച്ഛ പോണോടത്തും ഒരു ഇളയച്ചി അല്ലെങ്കിൽ ഒരു മൂത്തച്ചി അവരുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ സ്വന്തമായിട്ട് കണ്ട് നോക്കണ്ടേ. അത് നമ്മുടെ വീട്ടിൽ നിന്നല്ലേ ഇത് പഠിക്കേണ്ടത്. അല്ലാതെ അതാ അവരുടെ മക്കള് ഇതാ അവരുടെ മക്കള് അങ്ങനെയാണ് പറയുന്നത്. ഞാൻ സുകന്യ ചില സമയത്ത് വെള്ളം കൊടുക്കരുത്, ചോറ് കൊടുക്കരുത്, തിരിഞ്ഞു നോക്കരുത്, അങ്ങനെയാണോ നമ്മൾ അച്ഛനെ നോക്കരുത്, അമ്മയെ നോക്കരുത്, നാത്തൂന് നോക്കരുത്, നാത്തൂന് പോരടിക്കണം, അമ്മയമ്മയുടെ പോരടിക്കണം. ഇതൊക്കെയാണ് മക്കളെ പറഞ്ഞ് വളർത്തേണ്ടത്. ഇവള് സുകന്യനെ അല്ല ഈ പറഞ്ഞ ആള് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതാ പറഞ്ഞല്ല അവരൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെയാണ്.
അപ്പോൾ ഞാൻ ഒരു ഇതും കൂടി പറയാം. അപ്പോൾ സുകന്യ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സുകന്യ കുട്ടികളെ ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ എത്രയും പ്രാവശ്യം നമ്മൾ ചെയ്യും. മക്കൾക്ക് വാരി കൊടുക്കാറുണ്ട്, ഇവർക്ക് വാരി കൊടുക്കുന്ന പോലെ ചെറിയവർക്ക് വാരി കൊടുക്കാറുണ്ട്. കുളിപ്പിക്കാറില്ലേ സൂനി? അതൊക്കെ എന്താ നമ്മുടെയാണ് അവർ, അല്ലാതെ അത് വേറെയെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പോൾ നമ്മുടെയാണ്, എല്ലാവരും നമ്മുടെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പം ഞാൻ വന്നിട്ട് മുടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ തമ്മത്തല്ല് കൂടുകയാണ്, മുടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ലാന്ന് എനിക്ക് അല്ല. ഒരു കുടുംബം മുടിഞ്ഞു അവർ പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞത് ഇങ്ങനെയാണ്. അവർ എവിടെയാണ് മുടിഞ്ഞത് കണ്ടത്? മുടിഞ്ഞത് എങ്ങനെയാണ് കണ്ടത്? അവർ മുടിഞ്ഞത് ഏത് വീഡിയോയിലാണ് മുടിഞ്ഞത് കണ്ടത്? അവർക്ക് ആരെങ്കിലൊക്കെ നല്ലത് പറയുമ്പോഴേ ഭയങ്കര ഫ്രസ്ട്രേറ്റ് സൂര്യ. അത് കുഴപ്പമില്ല, ഓരോരുത്തര് ഓരോ രീതിക്കാണ്. അത് പിന്നെ അങ്ങനെ പറഞ്ഞു. ചിക്കൻ കറിയും ചപ്പാത്തിയും നമുക്ക് ഒരച്ഛൻ്റെ തന്നെ 3 മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രാർത്ഥിക്കുക, നല്ല രീതിക്ക് ജീവിക്കുക, നല്ലത് പറയിപ്പിക്കുക. ഇതൊന്നും എല്ലാവർക്കും പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, എല്ലാവരും ബുദ്ധിമുട്ടിക്കാൻ ചിലപ്പോൾ ഒരാളെ കൊണ്ട് പറ്റും കേട്ടോ. ഈ പറഞ്ഞൊന്നും പറ്റിയില്ലെങ്കിലും അതിന് പറ്റും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അനിയത്തിമാരോ ചേച്ചിമാരോ ഇല്ല. എൻ്റെ അനിയത്തിമാർ തന്നെ ഇവരൊക്കെ. എനിക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എന്നെ ചേച്ചിന്ന് കണ്ടോട്ടെ അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിച്ചോട്ടെ. ഓ സന്തോഷം. കാരണം എനിക്ക് എന്നെ ചേച്ചിന്ന് വിളിക്കുക ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കണ്ട അച്ഛൻ പറയും, ചന്ദനം ചാരി ചന്ദനം മുടക്കും, ചാണകം ചാരി ചാണകം മുടക്കും. ചന്ദനം ചാരി ജീവിക്കുന്നവരെ ചന്ദനം മണം കൊണ്ട് ജീവിക്കും. പക്ഷെ ചാണകം ചാരിട്ടാ ജീവിക്കണേ അവര് ചാണകത്തിന്റെ മണം തന്നെ ഉണ്ടാവുക. അപ്പൊ നമ്മളത്ര പ്രതീക്ഷിക്കാൻ പറ്റും. ചാണകം ചാരി ചന്ദനം മണക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതില് കാര്യമില്ല. തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരുമില്ല, എല്ലാം തികഞ്ഞവരാരുമില്ല ഈ ലോകത്ത്. പക്ഷെ നമ്മൾ കുറച്ച് കാലമേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം കേട്ടോ. അപ്പം നമ്മൾ സ്നേഹിച്ചും തമ്മിത്തല്ല് കൂടാതെയൊക്കെ ജീവിക്കുക. എന്താ അല്ലാതെ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല നിങ്ങളുടെ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പൈസ ഇല്ലാത്തതിൻ്റെ പേരിലും ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ അനുഭവിച്ച വ്യക്തികളാണ്. ഇപ്പോഴും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മൾ എത്ര ഇതാണെന്ന് വെച്ചാലും നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത വലിയൊരു ബാധ്യത നമ്മുടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അല്ലേട്ടാ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പായിട്ട് കയറുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതം ഇതാണ്, നമ്മളിങ്ങനെയാണ്. ഇനി ഇതിൽ എത്ര ആൾക്കാർ എന്തൊക്കെ പറയണോ, എത്ര ആൾക്കാർ എന്ത് നല്ല രീതിയിൽ എടുക്കണോ ചീത്ത രീതിയിൽ എടുക്കണോ ഒന്നും എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട്. അവരോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും എന്നും അല്ലേ. എൻ്റെ എങ്ങനെയാ പറയുക, നമ്മൾ എത്രയൊക്കെ എന്താ ഒരു ലെവലിൽ പോയാലും നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും അതൊരിക്കലും നമ്മൾ മറക്കില്ല കേട്ടോ. കാരണം നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങളെ കരവേറ്റിയെടുത്തത്. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന നമ്മൾ ആരും ഉണ്ടാവില്ല കേട്ടാ. ഇന്ന് കാണുന്ന ഞങ്ങളുടെ വീടടക്കം നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ വന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതിന്നൊക്കെ ഒരു ഇത് ആക്കിയത് നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരും നമ്മൾ കളിയാക്കിയോ ഒന്നുമല്ല. പക്ഷെ ചില കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയല്ലല്ലോ പറയുന്നത്, ഈ പറഞ്ഞ വ്യക്തിനെ മാത്രം എത്രയൊക്കെ കണ്ടാലും കണ്ണ് കാണാത്തവര് ഈ കണ്ണ് കാണാത്തവർ ആനേനെ കണ്ടൊരു കഥയുണ്ട്. 2 പേര്, ഒരാൾ കണ്ണ് കാണാത്തതും ഒരാൾ ചെവിയേക്കാത്ത ഒരാൾ ആനയെ കണ്ട കഥ. അപ്പം അതുപോലെ കണ്ടത് വിളിച്ചു പറയുമ്പോൾ ചെവിയേക്കാത്ത ആൾ കേൾക്കാത്തത് മാറ്റി പറയും. അതുപോലെയാണ് നമ്മൾ പറയുന്നത് എന്തോ അതല്ല, അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നല്ലോ. അപ്പോൾ അത് അതിനെ കുറ്റപ്പെടുത്താനൊന്നും കുറ്റപ്പെടുത്തലൊന്നല്ല, നമ്മളെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും അതിന് ഒന്നും എല്ലാവരും ഒന്നും അതിനെ എതിർത്തിട്ടൊന്നുമല്ലല്ലോ പറയുന്നത്. 1000 സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരാൾ തിരിച്ചു പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മനോവൃതം അത്രേ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കി വിടുക. അപ്പോഴേ എന്താ ഇതൊക്കെ പറഞ്ഞു കാട് കയറി എന്തൊക്കെയോ നമ്മൾ ചിന്തിച്ചു പോയി. അപ്പല്ലേ നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ചിന്താഗതിയും കൊണ്ട് പറയാന്ന് കേട്ടോ. ഞാൻ എപ്പോഴും ഏട്ടനോടും പറയാറുണ്ട്, നമ്മൾ നല്ലത് ചെയ്താൽ ഒരിക്കലും നമുക്ക് ഇല്ലേ കുറച്ച് സങ്കടപ്പെട്ടാലും പിന്നൊരു സമയം നമ്മൾ നന്നാവും എന്നുള്ളത് പറയാറില്ല ഇതിൻ്റെ അടുത്ത്.
അങ്ങനെ പറയാറുണ്ട്. ഏട്ടനോട് മാത്രമല്ല എല്ലാവരോടും പറയും. സോനിയെ ദേഷ്യപ്പെടുമ്പോൾ സോനിയുടെ അടുത്ത് പറയും, കുട്ടികളോട് ദേഷ്യപ്പെടുമ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സോനിയെ നീ ചിന്തിക്കും. എൻ്റെ മക്കൾ ചെറുതായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ പിന്നെ പൊന്നൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത പോലെ എൻ്റെ കുട്ടി ഉണ്ടല്ലോ. മറ്റേതെന്താ വെച്ചാൽ അങ്ങനെ ഒരു അവരുടെ ആ ഒരു പ്രായം നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോഴേ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എന്നതാ ചിക്കൻ കറി ഉച്ചയ്ക്ക് വെച്ചതാണേ. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നമ്മുടെ വീട്ടിലില്ലേ പെയിൻറ്റിങ് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചിക്കൻ കറി ഉണ്ടാക്കി, സാമ്പാറുണ്ടാക്കി, പിന്നെ ഇന്ന് ഇരിക്കുന്നതെന്നറിയില്ല കേട്ടോ. ഇങ്ങനെ ഇത് അടച്ച് വെക്കിയത് ഇപ്പോൾ എടുത്താണ്. മുളക് പൊടിയില്ലേ, മുളക് പൊടിയിൽ നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ചായച്ചത്. ഇതിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആദ്യം എപ്പോഴും ഉണ്ടാക്കി തരുന്നതായിരുന്നു കേട്ടോ. അത് ഈ സംഭവം ചോറിന് കറികളൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉടച്ച് തരും. ഇത് കൂടെ ഉള്ളി കൂട്ടിയാൽ നല്ലതാണ്, പക്ഷേ എനിക്ക് ഉള്ളി കൂട്ടുന്നതിനേക്കാളും ഇഷ്ടം. പിന്നെ അമ്മ തുള്ളി പുളി ഒഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ചൂട് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കും, എളുപ്പമല്ലേ. അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നാളെ കാണാലോ. നാളെ കാണാം.